തൂഫാൻ പോസ്റ്ററുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റിലാണ് പോസ്റ്റർ പ്രകാശനം നടത്തിയത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. ലഹരിക്കെതിരെ ഒരുമിച്ചു നിൽക്കാം എന്ന സന്ദേശവുമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് പോസ്റ്റർ പ്രകാശനം സംഘടിപ്പിച്ചത്. കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, മുതിർന്നവരിൽ വീൽ പവർ കൊണ്ടും കഠിനമായ അധ്വാനം കൊണ്ടും ഒരുപക്ഷെ ലഹരി അവർക്ക് അകറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ അടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നതില്ല. കൂട്ടുകെട്ട്, കുടുംബ വഴക്ക്, ചുറ്റുമുള്ളവരോടുള്ള വാശി, പഠനത്തിനോടുള്ള പേടി, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണവും നടന്നു. കരുനാഗപ്പള്ളി SHO പ്രവീൺ SB ഉദ്ഘാടനം ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു ദൗത്യം നമ്മുടെ കേരളത്തിലെ സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾക്കും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾക്കും, അതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലുള്ള വിവിധ തരത്തിലുള്ള സംഘടനകളും ഇതിനെ അവരുടെ കൂടെ ആവശ്യമായി ഏറ്റെടുക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരല്പം അശ്രദ്ധ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾ വഴിതെറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതിന് അവരുടെ പ്രശ്നം മാത്രമല്ല, അതിൽ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അച്ഛനമ്മമാർ എത്ര ശ്രദ്ധിച്ചാലും, അധ്യാപകർ എത്ര ശ്രദ്ധിച്ചാലും, അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവർ വഴിതെറ്റുന്ന ഒരവസ്ഥ വരുന്നതിന് കാരണം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ചിലപ്പോൾ നമ്മൾക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാത്ത വലിയൊരു സംഘം ഈ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കും. യൂണിറ്റ് പ്രസിഡന്റ് D. വാവച്ചൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിൽ പടിക്കൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിത R. സ്വാഗതം പറഞ്ഞു. വേണുഗോപാൽ, മനോഹരൻ, ജമീല ശിവരാജൻ, ബാബീസ് വിജയൻ, R. രാജഗോപാൽ, മുഹമ്മദ് ലിയാഖത്ത്, അപൂർവ, അഖിൽ അശോക്, ഡെറിക് കാർഡോസ് എന്നിവർ പങ്കെടുത്തു. സാറും ഞാനുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ക്രമസമാധാന പാലനത്തിന്റെ വഴികളിൽ പലയിടങ്ങളിലും കാണപ്പെട്ട കുറെ ദൃശ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ശരിക്കും മതിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില വീടുകളിൽ രാത്രി കാലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള അനുഭവം, മാതാവിൻ്റെയും പിതാവിൻ്റെയും നിലയ്ക്കാത്ത കരച്ചിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ച വ്യക്തി, അതാരാന്ന് ഞാൻ പറയുന്നില്ല, എക്സോർവൈ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷക്കാലത്തോളം ആയിട്ടുണ്ടാവും. പക്ഷെ ആ നിസ്സഹായരായി നിൽക്കുന്ന മാതാപിതാക്കളോട് മനസ്സിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെയേറെ വിഷമമുള്ള ഒരു സാഹചര്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.